ഇപ്പോ ഒരതിക്രമം നേരിട്ടു എന്ന് ആത്യന്തികമായും അവസാനമായും പറയേണ്ടത് ആരാണ്? അതിനിരയായ ആളാണ്. ശ്രീമതി കലാരാജുവാണ് ആവർത്തിച്ച് പറയുന്നത് തന്നെ ഈ വാഹനത്തിൽ കടത്തിക്കൊണ്ടു പോവുകയാണ്, വാഹനത്തിനിടയിൽ കാൽ കുടുങ്ങിയപ്പോൾ അത് അവിടെ ചെന്ന് വെട്ടിമാറ്റി കളയാം എന്നാണ് പറഞ്ഞത്. അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവരുടെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ചത്, അവരുടെ ചെവിക്കല്ല് നോക്കി അടിച്ചത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അവരാണ്. അപ്പൊ ആ വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് വരികയും ചെയ്തത്. എന്നിട്ട് സഭയിൽ ഇന്നുണ്ടാവുന്നത് എന്താണ്? നിസ്സഹായനായിരുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ. ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്ന് സ്പീക്കർ പറയുകയാണ്. ഭരണപക്ഷവും കേൾക്കുന്നില്ല, പ്രതിപക്ഷവും കേൾക്കുന്നില്ല എന്ന രീതിക്കാണോ സഭ ഇത്രയും ഗൗരവമായ ഒരു വിഷയത്തെ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ ഈ ബഹുമാന്യനായ MLA ഒക്കെ പറയുന്നത് കേട്ടു. എന്താണ് ഇതിൽ അഹങ്കാരോ ധാർഷ്ട്യമൊക്കെ പറഞ്ഞു കേട്ടു. നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഈ വിഷയത്തിൽ വളരെ കൃത്യമായി നടപടിയെടുത്തു എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? 4 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മോശമാണോ? തെറ്റായ നടപടിയാണോ? അത് ചെയ്തത് ഒരു തെറ്റായ നീക്കത്തിൻ്റെ ഭാഗമാണോ? ആരെങ്കിലും സംരക്ഷിക്കാനാണോ? ഒന്നും അല്ലല്ലോ. അവരുടെ പരാതിയെ മുഖവിലക്കെടുത്ത് ആ പരാതിയിൽ അന്വേഷണം നടത്തി ആളുകൾ അറസ്റ്റ് ചെയ്തതല്ലേ. എന്നിട്ടും പിന്നെ അതിനുശേഷമൊന്നും അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണോ? ഞങ്ങൾക്ക് പറയണ്ടേ? ഇവിടെ ഈ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി വീടിന് അക്രമമുണ്ടായി, വീടിന്റെ ജനൽ ചില്ലകൾ തകർത്തു, ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മാതൃഭൂമിക്ക് എനിക്ക് തോന്നുന്നില്ല ഓർമ്മ ഉണ്ടാവുന്നു. ഒന്ന് പരിശോധിക്കണം. ആ പരാതി അവസാനം പരിശോധിച്ചു തന്ന് പ്രതികളെ പിടിച്ചു. പ്രതി ആരാന്നറിയോ? വീട്ടിലെ മകനാ. വീട്ടിലെ മകൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇവർ പറഞ്ഞു സ്ത്രീകളെ സംരക്ഷിക്കുന്ന ആളുകൾ. ഓ, എന്തൊരു സ്ത്രീ സംരക്ഷണ പറയുന്നത്. ഇപ്പൊ അദ്ദേഹം നിലമ്പൂരിനെ കുറിച്ച് പറഞ്ഞു. നിലമ്പൂരിൽ ഒരു രാധയെ അറിയോ? എൻ്റെ പ്രിയപ്പെട്ട MLAക്ക് അറിയോ ആരായിരുന്നു രാധ എന്നുള്ളത്? നിങ്ങൾ ഈ ചാനലിലൂടെയൊക്കെ സ്ത്രീ സുരക്ഷയൊക്കെ സംസാരിക്കുമ്പോൾ വലിയ ആവേശം കാണുന്നുണ്ട്. ആരായിരുന്നു നിലമ്പൂരിലെ രാധ? ആ രാധയുടെ ശവശരീരം കണ്ടത് എവിടെയാണെന്നറിയോ? നിങ്ങളുടെ നേതാവിന്റെ MLA ഓഫീസിനകത്തായിരുന്നു കണ്ടത്. നിലമ്പൂരിൽ കോൺഗ്രസ് നേതാവിന്റെ ഓഫീസിനകത്ത് ചാക്കിൽ കെട്ടിയ ശവശരീരം. മറന്നുപോകരുത് നിങ്ങൾ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുമ്പോൾ. തൊട്ടു മുമ്പ് മലപ്പുറത്ത് തന്നെ തുവ്വൂരിൽ ഒരു സുജിതയുണ്ട്. അറിയോ MLAക്ക്? പറയൂ, ആരാന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ആ സുജിത കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരാ പ്രതി, ആരാ ജയിലിൽ കിടക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? തുവ്വൂരിലെ സുജിതയെ കൊന്നിട്ട് ആ അലക്കുകല്ലിന്റെ താഴെ കുടിയെടുത്ത് കുടിച്ചു മൂടിയിട്ട് സമരത്തിന് വന്നു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവ് വിഷ്ണു. കേട്ടോ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവ് വിഷ്ണു. എന്നിട്ട് സമരത്തിന് വന്നു സുജിതയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അവസാനം ആ വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇവിടെ ഒരു ദിവസത്തെയും അന്തിച്ചർച്ച ഉണ്ടായിട്ടില്ല. കാരണം പ്രതി യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അത് അങ്ങനെ ഉണ്ടാവൂ. അതിൽ ഞങ്ങൾക്ക് ആക്ഷേപമില്ല. അപ്പൊ അതുകൊണ്ട് സ്ത്രീ സുരക്ഷയെ കുറിച്ചൊന്നും വലിയ രീതിയിൽ നിങ്ങൾ സംസാരിക്കണ്ട. നിങ്ങളുടെ UDFന്റെ കോൺഗ്രസിന്റെ ഒക്കെ സ്ത്രീ സുരക്ഷയും അഹങ്കാരവും ദാഷ്ട്യവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പൊ അഹങ്കാരവും ദാഷ്ട്യവും ആർക്കാണ് എന്ന് KPCC യോഗത്തിൽ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന വാർത്ത കോൺഗ്രസിനെ കുറിച്ചാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്നെ കൊടുക്കുന്ന വാർത്തകളെ നിങ്ങൾ ഗത്യന്തരമില്ലാതെ കൊടുക്കായിരിക്കല്ലോ. ഇനി അതൊന്നും അല്ലാതെ തന്നെ നമ്മൾ കണ്ടതാ. ആരാ? സുധാകരനും സതീശനും തമ്മിൽ മൈക്കിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരു രംഗം നമ്മൾ കണ്ടല്ലോ. എന്തൊരു എളിമയോട് കൂടിയുള്ള ഇടപെടലായിരുന്നല്ലേ. നിങ്ങൾ സംസാരിച്ചോളൂ, വേണ്ട ചേട്ടൻ സംസാരിച്ചോളൂ, അങ്ങനെയായിരുന്നോ? എന്തായിരുന്നു ഉപയോഗിച്ച വാക്കുകൾ? എന്നിട്ട് നമ്മൾ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസം അല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചതിന്റെ ക്രെഡിറ്റ് നേടിയെടുക്കാൻ വേണ്ടി ആദ്യം പറയേണ്ടത് ഞാൻ അല്ല, മൈക്ക് ഞാനല്ലേ പ്രസിഡന്റ്. കേട്ടില്ലേ നമ്മൾ? എന്നിട്ട് ഉപയോഗിച്ച വാചകല്ലേ പറയാൻ പറ്റൂ ഇവിടെ? ആ വാചകങ്ങളൊക്കെ വരുന്നവരുടെ വായിൽ നിന്ന് വരുന്ന വാചകം തന്നെയാണ് ഇപ്പോ ഇവിടെ എഴുതി കൊടുത്ത് ഇവർ പറയുന്ന വാചകങ്ങൾ. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് കോൺഗ്രസിന്റെ മാന്യതയും അവരുടെ വലിയ ഒരു സംസ്കാരവും ഒന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഞങ്ങൾ വളരെ കൃത്യമായി ആ പഞ്ചായത്തിനകത്ത്, ആ മുനിസിപ്പാലിറ്റിക്കകത്ത് നല്ല രീതിയിൽ ഇടപെട്ടു പോകുന്ന ഒരു മുനിസിപ്പൽ ഭരണം. ആ ഭരണത്തിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം ഇവർ കൊണ്ടുവരിക. അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഇല്ലേ? അതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇവരെവിടെ പോയിരുന്നു ഈ 15 മുതൽ 18 വരെ? ഇവരെ കണ്ടില്ലല്ലോ.
അതിനെക്കുറിച്ച് അന്വേഷിക്കണം. പിന്നെ ഇവർ വന്ന് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ അക്രമമുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവരാദ്യം കൊണ്ടുപോയ ആശുപത്രിയിൽ ഒബ്സർവേഷൻ റൂമിൽ കയറി ഇങ്ങനെ അക്രമം നടത്തി എന്തിനാ ഈ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്? വേറെ എത്ര ആശുപത്രി ഉണ്ട്? കള്ളരേഖ ഉണ്ടാക്കാനാ, ഒരു തർക്കവും വേണ്ട, കള്ളരേഖ ഉണ്ടാക്കാനാ. അല്ലാതെ ആദ്യം പരിശോധിച്ച ഹോസ്പിറ്റൽ നമ്മൾ അവരെയൊക്കെ കാണുകയല്ലേ, ഈ ടി വിയിലൂടെ ഒക്കെ അവരെ കണ്ടതല്ലേ. ഈ പറയുന്ന അക്രമത്തിനൊക്കെ എവിടെ അങ്ങനെയാണെങ്കിൽ ആ കാറിൽ ചെയർപേഴ്സന്റെ കൂടെ കയറി പോവല്ലേ? എന്നിട്ട് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വൈകുന്നേരം വരെ ഇരുന്ന് തിരിച്ച് അവർ വീട്ടിൽ പോയി, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇവിടെയെല്ലാം വളരെ കൃത്യമായി ഇവരുടെ ഗൂഢാലോചനയും ഇവരുടെ സ്ക്രിപ്റ്റും ഒക്കെ പൊളിഞ്ഞതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ജാള്യതയുണ്ട്. അത് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കരഞ്ഞു തീർക്കണല്ലോ. ആ കരഞ്ഞു തീർക്കലാണ് ഈ അവിശ്വാസ പ്രമേയം. ഇവർക്കൊന്നും വേറെ ഒരു വിഷയമില്ലെന്നേ. ഇവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആക്ഷേപവും എന്തെങ്കിലും വിടുവായ്ത്തവും വിളിച്ചു പറഞ്ഞ് ഈ മീഡിയകളിൽ ഇങ്ങനെ കവറേജ് ഉണ്ടാക്കി പോകണം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇവരൊന്നും ചെയ്യുന്നില്ല എന്ന് ഈ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഇവിടെ വന്ന് യോഗത്തിലൊന്ന് പറഞ്ഞില്ലേ, പിണറായി 3-ാം ടേമും വരാൻ പോകുന്നു, നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് കളിച്ച് നടന്നോന്ന്. ഇവരിങ്ങനെയാണ്. പിന്നെ ഞാൻ അതിൽ ചിരിച്ചതിന് ഇത്ര പ്രശ്നമുണ്ടോ? ഇവർക്ക് ഒരു വിഷയവുമില്ല, ഒന്നുമില്ല. എന്നിട്ട് അപ്പൊ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ദൗർബല്യങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ അടുത്തേക്ക് ചെന്ന് പണം കൊടുത്ത് ആളെ മാറ്റാനും കൂടെ കൂട്ടാനും ഒക്കെ ഉള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതിനെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റുമോ, ആ അവിശ്വാസത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ, ആ ആലോചന നടത്തി അവിടുത്തെ CPM വളരെ കൃത്യമായി അവർ ആലോചന നടത്തി അവരത് ബഹിഷ്കരിച്ചു. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന ആ യോഗം അവർ ബഹിഷ്കരിച്ചു. സ്വാഭാവികമായിട്ടും അത് പൊളിഞ്ഞപ്പോ ഇവരൊക്കെ ആകെ അങ്ങ് അസ്വസ്ഥരായി. ഇപ്പുറത്തുനിന്ന് മാത്യു കോയൽനാടൻ, അപ്പുറത്തുനിന്ന് നിയാസ്, ഇവിടുന്ന് പിറവം MLA, എന്തൊക്കെയായിരുന്നു ഇല്ലേ? എന്നിട്ട് എല്ലാം പവനായി ശവമായി എന്ന അവസ്ഥയായപ്പോ പിന്നെ അങ്ങ് ഒരു ഓരിയിടല. ആ ഓരിയിടല ഇപ്പൊ കാണുന്നത്. ശരി, ദീർഘമായി പറഞ്ഞു. ഞാനത് അങ്ങ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്ന് വിചാരിക്കുകയായിരുന്നു. അങ്ങേക്ക് വലിയ പരിഭവമായിരുന്നല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്ന് വിചാരിക്കായിരുന്നു. പക്ഷേ അതിദീർഘമായതുകൊണ്ട് ഇടപെടുകയാണ് കേട്ടോ.